ഇപ്പോഴത്തെ ലൈവിൽ ആദിലെ അനീഷും ചെറിയൊരു തർക്കം നടക്കുന്നുണ്ട്. അതായത് ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡിൽ അനീഷ് പറഞ്ഞിരുന്നത് 3 ദിവസത്തിന് മുമ്പാണ് ബിഗ് ബോസിലേക്ക് അവസരം കിട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞത് പോലും. അങ്ങനല്ല, 12 ദിവസത്തിന് മുമ്പാണ്, തെളിവ് കാണിക്കണമെന്നൊക്കെ ലാലേട്ടൻ ചോദിച്ചിരുന്നില്ലേ? ആ ഒരു വിഷയം എടുത്തിടുന്നുണ്ട് ആദില. 3 ദിവസം മുമ്പ് ആ കോള് വന്നതെന്ന് നിങ്ങൾ കള്ളം പറഞ്ഞല്ലേ ആദില ചോദിക്കുമ്പം, അത് നിങ്ങൾക്ക് വന്നതിനേക്കാളും ഏറ്റവും അവസാനമാണ് എനിക്ക് കോള് വന്നേ എന്ന കാര്യം ബോധ്യപ്പെടുത്താനാണ് ഞാൻ 3 ദിവസമെന്ന് പറഞ്ഞത്. ഞാൻ കള്ളാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് ലാലേട്ടൻ്റെ മുമ്പിൽ മിണ്ടാതെ നിന്നത്. ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള നട്ടലൊക്കെ എനിക്കുണ്ട്. ആ ഒരു കാര്യത്തിൽ തെറ്റുപറ്റി, മറ്റൊരു കാര്യത്തിലും എനിക്കൊരു തെറ്റും പറ്റിയിട്ടില്ലെന്ന് അനീഷ് പറയുന്നു. അല്ലാതെ എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് അത് തെളിയിക്കട്ടെ, ബിഗ് ബോസിനെ ഞാൻ ചലഞ്ച് ചെയ്യുവാണെന്നൊക്കെ പറയുന്ന സമയത്ത് ആദില പറയുന്നു, നിങ്ങൾ ലാലേട്ടൻ്റെ മുമ്പിൽ മിണ്ടാതെ നിന്നത്, മിണ്ടിക്കഴിഞ്ഞാൽ ലാലേട്ടൻ തെളിവ് കാണിക്കും, അതറിയാവുന്നത് കൊണ്ടല്ലേ മിണ്ടാണ്ട് നിന്നെന്ന് ആദില ചോദിക്കുമ്പോൾ അനീഷ് വീണ്ടും അതിനെ എതിർത്ത് പറയുന്നുണ്ട്. ഈ പ്രശ്നത്തിനിടയ്ക്ക് ആദില മറ്റൊരു കാര്യം കൂടി എടുത്തിടുന്നുണ്ട്. അതായത് അനീഷിന് PR ഉണ്ട്. അനീഷിൻ്റെ കൃഷിസ്ഥലം വിറ്റിട്ടാണ് PR ടീമിന് ക്യാഷ് കൊടുത്തിട്ടുള്ള കാര്യം ആദിലയോട് പറഞ്ഞിട്ടുള്ളതായിട്ട് ആദില പറയുന്നു. അന്നേരം അനീഷ് പറയുന്നുണ്ട്, എനിക്കൊരു PRും ഇല്ല, ഞാൻ എൻ്റെ ഒരു കൃഷിസ്ഥലം വിറ്റിട്ടുമില്ല, എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒന്നും മറ്റാർക്കും കൈമാറിയിട്ടുമില്ല, ഞാൻ എൻ്റെ സ്ഥലം വിറ്റ് PR ടീമിന് ക്യാഷ് കൊടുത്തിട്ടുണ്ടെന്ന് എങ്ങും പറഞ്ഞിട്ടില്ല. ആ ഒരു തെളിവ് ബിഗ് ബോസ് കാണിക്കുവാണെങ്കിൽ ഞാൻ ഈ ഹൗസിൽ നിന്ന് കിറ്റ് ചെയ്ത് പോകാൻ തയ്യാറാണ്. മറിച്ചാണെങ്കിൽ ആദില കിറ്റ് ചെയ്ത് പോകുമെന്ന് അനീഷ് ചോദിക്കുന്നു. എന്നാൽ ആദില ആ വെല്ലുവിളിയൊന്നും ഏറ്റെടുക്കുന്നില്ല. കാരണം ഞാൻ നെവിനല്ല, വഴിയെ പോകുന്നവർക്ക് വേണ്ടിയിട്ട് ഈ ഹൗസിൽ നിന്ന് ഇറങ്ങിപ്പോകാനായി. എന്നാൽ ആദിലയും നൂറയാണെങ്കിൽ ആ കൃഷിസ്ഥലം വിറ്റ് PR ടീമിന് ക്യാഷ് കൊടുത്തു എന്നുള്ള വാദത്തിൽ ഉറച്ചു നിൽക്കുവാണ്. അപ്പം നൂറ പറയുന്നുണ്ട്, ചേട്ടൻ ഒന്ന് നന്നായിട്ട് ആലോചിച്ച് നോക്ക്, ചിലപ്പം ദേഷ്യത്തിൻ്റെ ഇടയ്ക്കും കാണാൻ പറഞ്ഞു പോയിട്ടുണ്ടോ എന്ന്. അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് ഉറപ്പുണ്ടെന്ന് അനീഷ് വീണ്ടും പറയുന്നുണ്ട്. അനീഷ് പറയുന്നുണ്ട്, എൻ്റെ സ്ഥലത്ത് പോയി നിങ്ങൾക്ക് അന്വേഷിക്കാം, 30 വർഷമായി എൻ്റെ ഒരു സ്ഥലവും കൊടുത്തിട്ടില്ല. ഒരു കൃഷിക്കാരൻ തൻ്റെ ഭൂമി കൊടുക്കുക എന്നത് മരിക്കുന്നതിന് തുല്യമാണെന്നൊക്കെ അനീഷ് പറയുന്നു. എന്നിട്ട് വീണ്ടും ആദിലെ വെല്ലുവിളിക്കുന്നുണ്ട്. ആദില ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു പെൺകുട്ടിയല്ലേ, ഈ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് പുറത്തു പോ എന്ന് പറയുന്നു. കൂടാതെ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ഹൗസിൽ നിന്ന് പുറത്തു പോകാൻ ഞാൻ തയ്യാറാണെന്ന് അനീഷ് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. മുമ്പൊരു മോർണിംഗ് ടാസ്കിൽ ആദിലെ ഈ വിഷയം എടുത്തിട്ടിരുന്നു. അന്നേരം ഒരു തമാശയായിട്ടാണ് തോന്നിയത്, സീരിയസ് ആയിട്ടാണ് പറയുന്നതെന്ന് അറിയത്തില്ലായിരുന്നു. ലാലേട്ടൻ ഇതിനെക്കുറിച്ച് എന്തായാലും സംസാരിക്കുമെന്ന് ഉറപ്പാണ് അടുത്ത ആഴ്ച.